ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയാണ് ഇപ്പോൾ ധ്രുവ് വിക്രമിൻ്റെ വിഷയം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്ന ചില കാര്യത്തിലൂടെ പ്രേക്ഷകർ ഇതുതന്നെയാണ് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നത്. ഇപ്പോൾ ധ്രുവ് വിക്രം പറയുന്നത്, എനിക്ക് അല്പം ദേഷ്യം കൂടുതലാണ്, ആങ്കർ മാനേജ്മെൻറ്റ് എനിക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ അത് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്ന് തന്നെയാണ്. വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള, മീഡിയയെ കണ്ടു കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് ധ്രുവ് വിക്രം. അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇത്തരത്തിൽ പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു ഞെട്ടലായി മാറുകയാണ്. എല്ലാവരും ശരിക്കും ധ്രുവ് വിക്രം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ഒരു അതിശയമായി പോയി. എന്നാൽ അദ്ദേഹം തനിക്ക് പറ്റിയ അബദ്ധങ്ങളും തൻ്റെ ദേഷ്യത്തെക്കുറിച്ചുമാണ് പറഞ്ഞെത്തുന്നത്. കഴിഞ്ഞ ദിവസം നടി അനുപമ പരമേശ്വരൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോഴും വളരെയധികം നന്നായി തന്നെ എല്ലാവരും ധ്രുവ് വിക്രമിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. മറുവശത്ത് അനുപമയെ ഇനി അനുഭവിക്കേണ്ടി വന്നത് ആരുടെ കയ്യിൽ നിന്നാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും മുൻ സുഹൃത്തായിരുന്ന ധ്രുവ് വിക്രമിൽ തന്നെയാണ് അനുപമ ഇത് അനുഭവിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും കണ്ടുപിടിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ധ്രുവ് തൻ്റെ ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഉൾപ്പെടെ പലതും വൈറലാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. വളരെയധികം പ്രേക്ഷകർ വിലയിരുത്തുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. ധ്രുവിനെക്കുറിച്ചും ധ്രുവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടതായി ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസമായി പറയുന്നത്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകരുടെ കാര്യങ്ങൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വ്യക്തമായി തന്നെ ഉള്ള കാര്യവും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായി തന്നെ ഇത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്നൊരു കാര്യമായി ഇത് മാറുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷക പ്രീതിയോടെ തന്നെയാണ് ഇപ്പോൾ ധ്രുവ് വിക്രമിൻ്റെ വാർത്തകൾ എല്ലാവരും കാണുന്നത്. ധ്രുവിനെ അങ്ങനെയൊന്നും ഞങ്ങളുടെ മനസ്സിൽ പോലും സങ്കല്പിക്കാനാകില്ല. വിക്രമിൻ്റെ മകൻ എന്ന നിലയിലല്ല, വളരെ ചെറുതിലേ തന്നെ സിനിമയിലെത്തി വളരെയധികം നന്നായി പെർഫോം ചെയ്യുന്നൊരു പാവം ചെറുപ്പക്കാരൻ ഇമേജ് ആയിരുന്നു ഇത്രയും നാൾ മലയാളികൾക്കിടയിൽ പോലും ധ്രുവ് വിക്രം എന്ന നടൻ ഉണ്ടായിരുന്നത്. ധ്രുവിനോടുള്ള സ്നേഹം പല രീതിയിൽ പ്രേക്ഷകർ ഇതിനു മുൻപ് കാണിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഏറ്റെടുത്തതും ഇത്തരത്തിൽ പറഞ്ഞതുമെല്ലാം തന്നെ പ്രേക്ഷകരും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.